നൽകിടുന്നേ സമ്പൂർണമാ സമർപ്പിക്കുന്നേ ഞാൻ എന്നെ നൽകിടുന്നേ സമ്പൂർണമാ സമർപ്പിക്കുന്നേ കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെയൊന്നു നീ പണിയേണമേ കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെയൊന്നു നീ പണിയേ. സുഭാഷിതം. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. For 3 days he was blind and did not eat or drink anything. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇദ്ദേഹം തർസോസുകാരനായിരുന്ന ശൗൽ എന്ന ബാല്യക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ആദ്യത്തെ പരാമർശം 7-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിൽ കാണുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു എന്നെഴുതിയിരിക്കുന്നു. 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ശൗൽ എന്ന ഈ ബാല്യക്കാരൻ വീട് തോറും ചെന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉന്നത മത അധികാരികളുടെ നേരിട്ടുള്ള അംഗീകാരത്തോടുകൂടെയാണ് ശൗൽ തന്റെ പീഡന ജോലി ചെയ്തത്. തന്റെ ദൗത്യത്തിന് അംഗീകാരം നൽകുന്ന അധികാരപത്രമാണ് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അദ്ദേഹം വാങ്ങിയത്. ദമസ്കോസും യെരുശലേമും തമ്മിൽ 200-ലധികം കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. നീ ആരാണ് കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് മറുപടി ലഭിച്ചു. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശുവിന്റെ പ്രത്യക്ഷത നിമിത്തം ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അന്ധനായി തീർന്ന അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നെഴുതിയിരിക്കുന്നു. അവൻ ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കാതെ പ്രാർത്ഥിക്കുകയാകുന്നു. പ്രിയമുള്ളവരെ, ഇന്നും കർത്താവിന്റെ പ്രത്യക്ഷത പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം യേശു തന്നെ ഉപദ്രവിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഏക കാരണത്താൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും ഉപദ്രവവും പീഡയും രക്തസാക്ഷിത്വവും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ആരംഭിച്ച സഭയുടെ വളർച്ച ഇന്നും നിന്നുപോയിട്ടില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായിരുന്ന തെർത്തുല്യൻ പറഞ്ഞത് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്നാണ്. ഒരു വിത്താണ് വൃക്ഷമായി തീരുന്നത്. യേശു കർത്താവിന്റെ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ സഭയെ അവിടുന്ന് പരിപാലിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് ലഭിച്ച വാഗ്ദത്തത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തോടെ മുന്നേറി നമ്മുടെ കർത്താവിന്റെ വരവിനെ ദിനംതോറും പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തിരിച്ചു